ഹരേ കൃഷ്ണ. വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ഭഗവാൻ കൃഷ്ണൻ്റെ ജനനം ആഘോഷിക്കുന്ന വാർഷിക ഹിന്ദു ഉത്സവമാണ് ജന്മാഷ്ടമി, അല്ലെങ്കിൽ ഗോകുലാഷ്ടമി എന്നും അറിയപ്പെടുന്ന കൃഷ്ണ ജയന്തി. ഭാദ്രപദ മാസത്തിലെ ഇരുണ്ട രണ്ടാഴ്ചയിലെ 8-ാം ദിവസം ഇത് ആചരിക്കുന്നു. ദേവകിയുടെ 8-ാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന ദിവ്യപ്രവചനം കേട്ട് സഹോദരനായ കംസൻ ദേവകിയെയും വാസുദേവനെയും തടവിലാക്കി. ദേവകി പ്രസവിച്ച 7 കുട്ടികളെയും ജനിച്ചയുടൻ തന്നെ കംസൻ വധിച്ചു. എന്നാൽ 8-ാമത്തെ പുത്രനായ ഭഗവാൻ കൃഷ്ണന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു. തടവറയിൽ ഒരു ദിവ്യ വെളിച്ചം ഉണ്ടാവുകയും കാവൽക്കാർ മയങ്ങി വീഴുകയും അപ്പോൾ ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തു. ശിശുവിനെ അടുത്തുള്ള ഇടയഗ്രാമമായ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്നു. തടവറയുടെ ഗേറ്റ് തനിയെ തുറക്കപ്പെട്ടു. കൊടുങ്കാറ്റിനെയും ആഞ്ഞടിക്കുന്ന യമുനാ നദിയിലെ തിരമാലകളെയും അതിജീവിച്ച് വാസുദേവൻ കൃഷ്ണനെ ആരുമറിയാതെ ഗോകുലത്തിലെ നന്ദരാജാവിൻ്റെയും യശോദയുടെയും അടുത്തെത്തിച്ചു. പകരം യശോദ പ്രസവിച്ച പെൺകുട്ടിയെ എടുത്ത് ദേവകിയുടെ അടുത്തു വെച്ചു. പതിവ് പോലെ കംസൻ വന്ന് കുട്ടിയെ എടുത്തെറിഞ്ഞു. പക്ഷേ ആ ശിശു മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ യോഗമായ ആയിരുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ട് കംസനോട് പറഞ്ഞു, ദുഷ്ടനായ കംസ, നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് അപ്രത്യക്ഷയായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ